അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1426, സൂറത്ത് ഇബ്രാഹിം 24 മുതൽ 26 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ألم تر كيف ضرب الله مثلا كلمة طيبة كشجرة طيبة أصلها ثابت وفرعها في السماء تؤتي أكلها كل حين بإذن ربها ويضرب الله الأمثال للناس لعلهم يتذكرون. ومثل كلمة خبيثة كشجرة خبيثة اجتثت من فوق الأرض ما لها من قرار. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. ألم ترى, തങ്ങൾ കണ്ടില്ലയോ, കൈഫ ളറബല്ലാഹു മസലൻ, അല്ലാഹു എങ്ങനെയാണ് ഉപമ പറഞ്ഞതെന്ന്, കലിമത്തൻ തയ്യിബത്തൻ, അതായത് നല്ല വാക്യത്തെ അല്ലാഹു എങ്ങനെയാണ് ഉപമിച്ചതെന്ന്, കശജറത്തിൻ തയ്യിബത്തിൻ, നല്ല ഒരു വൃക്ഷത്തെ പോലെ ഉപമിച്ചു. അസ്ലുഹ സാബിത്തുൻ, ആ വൃക്ഷത്തിന്റെ മുരട് ഉറച്ചു നിൽക്കുകയാണ് ഭൂമിയിൽ. ഫറൂഹ ഫിസ്സമാ, അതിന്റെ ഭാഗങ്ങൾ പടർന്നു പന്തലിച്ച് ആകാശങ്ങളിലും നിൽക്കുന്നു. തുഅ്തി ഉകുലഹ, ആ മരം അതിന്റെ ഫലങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. കുല്ല ഹൈനിൻ, എല്ലാ സന്ദർഭത്തിലും. ബിഇദ്നി റബ്ബിഹ, അതിന്റെ നാഥനായ അല്ലാഹുവിന്റെ അനുവാദത്തോടുകൂടെ. വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസ്, അല്ലാഹു തആല ഉപമകൾ ജനങ്ങൾക്ക് വേണ്ടി വിവരിക്കുകയാണ്. ലഅല്ലഹും യതദക്കറൂൻ, അവർ ചിന്തിച്ചു പാഠം ഉൾക്കൊള്ളാൻ. വമസലു കലിമത്തിൻ ഖബീസ, ചീത്തയായ വാക്യത്തിന്റെ ഉദാഹരണം കശജറത്തിൻ ഖബീസ, ചീത്ത മരത്തിന്റെ ഉദാഹരണം പോലെയാണ്. ഉജ്തുസ്തത് മിൻ ഫൗഖിൽ അർള്, ആ ചീത്ത മരം ഭൂമിയിൽ നിന്ന് പിഴുതെറിയപ്പെട്ടു. അങ്ങനെ പിഴുതെറിയപ്പെട്ടപ്പോൾ മാലഹാ മിൻ ഖറാർ, അതിന് യാതൊരു സ്ഥിരതയുമില്ല. അതുപോലെയാണ് ചീത്ത വചനത്തിന്റെ ഉദാഹരണം എന്ന് അല്ലാഹു പറഞ്ഞു. ബഹുമാനപ്പെട്ട ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ ആയത്തുകളിൽ വിശ്വാസികളുടെയും അതേപോലെ അവിശ്വാസികളുടെയും സാഹചര്യങ്ങൾ, വിശ്വാസികൾ അനുഭവിക്കാൻ പോകുന്ന സന്തോഷങ്ങളും അവിശ്വാസികൾ നേരിടാൻ പോകുന്ന ദുരിതങ്ങളും അല്ലാഹു തആല കഴിഞ്ഞ സൂക്തങ്ങളിൽ വ്യക്തമായി വിശദീകരിച്ചുവല്ലോ. അത് വിശദീകരിച്ചതിന് ശേഷം രണ്ട് വിഭാഗത്തെയും അല്ലാഹു തആല ഒരു ഉദാഹരണത്തിലൂടെ പരിചയപ്പെടുത്തുകയാണ്. വിഷയം മനസ്സിലാക്കാൻ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു രീതിയാണ് ഉപമ പറയുക, ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കി കൊടുക്കുക എന്നത്. ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു, ലമ്മാ ബയ്യനല്ലാഹു തആല അഹ്വാല സുഅദാഇ, വിജയിച്ച ആളുകളുടെ അവസ്ഥകൾ അല്ലാഹു വിവരിച്ചപ്പോൾ, വക്കാന ഖദ് ദക്കറ അഹ്വാല അൽദാദിഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല അതോടൊപ്പം തന്നെ അതിന്റെ നേരെ എതിർദിശയിൽ നിൽക്കുന്ന പരാജയപ്പെട്ടവരുടെ അവസ്ഥയും പറയുമല്ലോ. അങ്ങനെ പറഞ്ഞപ്പോൾ അറാദഹുന, ഇവിടെ അല്ലാഹു ഉദ്ദേശിക്കുന്നത് യദ്കുറലി കുല്ലി മിനൽ ഫരീഖൈനി മസല, ഓരോ കൂട്ടർക്കും ഓരോ ഉപമ പറയാനാണ്, ഓരോ ഉദാഹരണം പറയാനാണ്. അങ്ങനെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നല്ല വാക്യത്തിന്റെ ഉദാഹരണം ഭൂമിയിൽ ഉറച്ചു നിൽക്കുകയും അതിന്റെ തടിയും ചില്ലകളുമൊക്കെ അന്തരീക്ഷത്തിൽ പടർന്നു നിൽക്കുകയും ചെയ്യുന്ന, അതിന്റെ ഫലങ്ങൾ എല്ലാ സമയത്തും മനുഷ്യർക്ക് ഉപകരിക്കുന്ന ഒരു വൃക്ഷത്തിന്റെ ഉദാഹരണം പോലെയാണ്. അഥവാ ആ വൃക്ഷം ഭൂമിയിൽ അതിന് സ്ഥിരതയുണ്ട്, നല്ല വേരുകൾ ഉറച്ച് ആരുറപ്പുള്ള വേരുകളുണ്ട്. അതോടൊപ്പം തന്നെ നല്ല ഭദ്രമായ തടി അതിനുണ്ട്. അതിന്റെ ഭാഗങ്ങൾ, പാർശ്വങ്ങൾ, കൊമ്പുകളും ചില്ലകളും ഒക്കെ പടർന്നു പന്തലിച്ച് നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിൽ നിന്നുള്ള പഴങ്ങൾ നിരന്തരമായി ജനത്തിന് ഉപകരിക്കുന്നുമുണ്ട്. ഇതുപോലെയാണ് നല്ല വാക്യത്തിന്റെ ഉദാഹരണം. അഥവാ നല്ല വാക്യം ഒരാൾക്ക് ഏറ്റെടുക്കാനായാൽ
അത് മുഖേന അയാളുടെ മനസ്സിൽ അതിശക്തമായിട്ടുള്ള ഒരു ഉറച്ച തീരുമാനമുണ്ടാകും. അതിന്റെ പ്രതിഫലനം എന്ന രൂപത്തിൽ അദ്ദേഹത്തിന്റെ ബാഹ്യജീവിതത്തിൽ ധാരാളം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടാകും. ആ പ്രവർത്തനങ്ങളെല്ലാം അദ്ദേഹത്തിനും മറ്റു സമൂഹത്തിനും ഉപകാരം നൽകുന്നതും ഫലപ്രദമായതുമായിരിക്കും. ആ നിലക്ക് അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ അതിന്റെ ആ മരത്തിന്റെ ചില്ലകളും ഒന്നും ഉയർന്നു നിൽക്കുന്നത് പോലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ പടച്ചതമ്പുരാന്റെ പരിഗണനയ്ക്ക് വരികയും അല്ലാഹു തആല അത് സ്വീകരിക്കുകയും ചെയ്യും. അപ്പൊ തനിക്കും താൻ കാരണം സമൂഹത്തിലെ മറ്റുള്ളവർക്കും ഉപകാരം ലഭിക്കും വിധത്തിലുള്ള ജീവിതം നയിച്ച് മുന്നോട്ടു പോകാൻ മനുഷ്യനെ പ്രാപ്തമാക്കുന്നതാണ് നല്ല വാക്യം എന്ന് പരിചയപ്പെടുത്തപ്പെട്ടിട്ടുള്ള യഥാർത്ഥ വിശ്വാസത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്ന കലിമത്തു തൗഹീദ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉദാഹരണത്തിലൂടെ പറഞ്ഞു തരുന്നത്. ആ കലിമത്തു തൗഹീദ് മനസ്സിൽ ഊട്ടിയുറപ്പിക്കുന്നവനാണ് മുഅ്മിൻ. ആ മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ പിന്നീട് കാണുന്നതെല്ലാം തന്നെ, അഥവാ ആ ഈമാനിന്റെ വിശുദ്ധിക്ക് നിരക്കാത്തതോ ഈമാനിന്റെ സ്പിരിറ്റിന് ചേരാത്തതോ ആയിട്ടുള്ള സംഗതികളൊന്നും യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയിൽ നിന്നുണ്ടാവാൻ പാടില്ല. ഒരാൾ യഥാർത്ഥ മുഅ്മിനാണെങ്കിൽ ആ മുഅ്മിനായ മനുഷ്യനിൽ നിന്ന് അള്ളാഹു പൊരുത്തപ്പെടാത്ത സംഗതികൾ വരാതെ അവൻ സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണമെന്നർത്ഥം. ഒരു ഹദീസ് കാണാലോ, ഇന്നൽ മുഅ്മിന ലാ യക്ദിബ്, ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരിക്കലും നുണ പറയില്ല എന്ന് ഹദീസിൽ കാണാം. അതിന്റെ അർത്ഥം ഒരാൾ നുണ പറഞ്ഞോനൊന്നും മുഅ്മിനല്ല, കാഫിറായി പോയി എന്നാണോ? അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ പല ആൾക്കാരും ഇവിടെ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. മറിച്ച് ഒരു മുഅ്മിന് അപ്പടി ചേർന്നതല്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായോ? അതായത് ഒരു യഥാർത്ഥ ഈമാനുള്ള മനുഷ്യനിൽ നിന്നുണ്ടാകുന്ന വാക്കുകളും അവന്റെ പ്രവർത്തനങ്ങളും അവന്റെ ചിന്തകളുമൊക്കെ യഥാർത്ഥത്തിൽ അവന്റെ ആ ഈമാൻ എന്ന് പറയുന്ന സ്പിരിറ്റിനോട് യോജിക്കുന്നതായിരിക്കണം. ആ ഈമാൻ എന്ന സ്പിരിറ്റിന് നിരക്കാത്തതും അതിനോട് ഒരു നിലക്കും യോജിച്ചു പോകാത്തതുമായിട്ടുള്ള അരുതായ്മകൾ അവനിൽ നിന്ന് പ്രകടമാകാത്ത അവസ്ഥയിൽ അവന്റെ ജീവിതത്തെ ക്രമീകരിക്കാൻ അവന് ഉത്തരവാദിത്വവും ബാധ്യതയും ഉണ്ട് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതേസമയത്ത് മോശമായ വാക്യം എന്ന് പറഞ്ഞത് അതൊരു വൃത്തികെട്ട മരത്തിനോട് ഉപമിച്ചിരിക്കുകയാണ്. ആ മരത്തിനോട് ഉപമിച്ചു എന്ന് പറഞ്ഞാൽ ആ മരം ഭൂമിയിൽ വല്ലാതെ ആഴ്ന്നിറങ്ങിയ വേരുള്ളതല്ല. അതുകൊണ്ട് തന്നെ ചെറിയൊരു കാറ്റടിച്ചാൽ തന്നെ മരം പിഴുതെറിയപ്പെടും. പിഴുതെറിയപ്പെട്ട മരത്തിന് സ്ഥിരതയില്ലാത്തതുപോലെ തെറ്റായ ചിന്തകളും വിശ്വാസങ്ങളും ഒക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്നവർക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും ഒരു ചെറിയ പ്രയാസം വന്നാൽ ആ പ്രയാസത്തോടുകൂടെ തന്നെ അവർ അത് ഇട്ടേച്ചു പോകാൻ വെമ്പുന്ന ഒരു സാഹചര്യമുണ്ടാകും. അവരിൽ നിന്ന് ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ പലപ്പോഴും അവർക്കും മറ്റുള്ളവർക്കും ഉപകാരമുള്ളതായിരിക്കില്ല എന്ന് മാത്രമല്ല പലപ്പോഴും ഉപദ്രവങ്ങൾ സമ്മാനിക്കുന്നതും ആയേക്കാം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിവരിക്കുന്നത്. ഈ വിവരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണ് ഈ നല്ല വാക്യം എന്നതാണ് ഒന്നാമത്തെ കാര്യം. അതേപോലെ തന്നെ ഒരു ഭൂമിയിൽ ഉറച്ചു നിൽക്കുകയും ചില്ലകളും അതേപോലെ തന്നെ അതിന്റെ തടിയുമൊക്കെ അന്തരീക്ഷത്തിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്നതും എന്ന് പറഞ്ഞിട്ടുള്ള ആ മരം എന്താണ്? മരത്തിനോട് ഉപമിച്ചാണല്ലോ ഈ നല്ല വാക്യത്തെ. അപ്പൊ മരം ഏതാണ് എന്നത് പ്രത്യേകം പരിശോധിക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട ഖുർആൻ വ്യാഖ്യാതാക്കൾ ഇവിടെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. അലം തറ, തങ്ങൾ നോക്കുന്നില്ലേ അല്ലെങ്കിൽ ചിന്തിക്കുന്നില്ലേ? കൈഫ ദറബല്ലാഹു മസല, അള്ളാഹു എങ്ങനെയാണ് ഉദാഹരണം പറഞ്ഞതെന്ന്. അതായത് കലിമത്തൻ തയ്യിബത്തൻ, ഒരു നല്ല വാക്യത്തെ അള്ളാഹു തആല എങ്ങനെയാണ് വിവരിച്ചതെന്ന്. നല്ല വാക്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ പ്രധാനമായും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ അന്തസത്തയാണ്. അതിന്റെ ആകത്തുകയായിട്ടുള്ള വാക്യമാണ് ഉദ്ദേശം. അഥവാ ഒരു മനുഷ്യന്റെ മനസ്സിൽ രൂഢമൂലമാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ചിന്തയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ചിന്ത രൂഢമൂലമാകുക എന്ന് പറഞ്ഞാൽ അതിലുൾപ്പെടേണ്ട എല്ലാ ചേരുവകളും ചേർത്തുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർണ്ണമാവണമെങ്കിൽ എന്തുകൂടി കൂടണം? മുഹമ്മദുർ റസൂലുള്ളാഹി കൂടെ കൂടണമല്ലോ, അല്ലെ? ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നൊരാൾ 100 തവണ പറഞ്ഞാലും അവൻ ഇസ്ലാമിലേക്കുള്ള എൻട്രി സാധ്യമല്ലല്ലോ, ഏത് പറയാതെ? മുഹമ്മദുർ റസൂലുള്ളാഹി പറയാതെ. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന വിശ്വാസത്തിന്റെ ഭാഗം തന്നെയാണ് എന്ത്? മുഹമ്മദുർ റസൂലുള്ളാഹിയും കൂടെ അതിലേക്ക് ചേരൽ. അത് നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ടല്ലോ. അബ്ദുൽ ഖൈസിന്റെ പ്രതിനിധി സംഘം മുത്തനബിന്റെ അടുത്ത് വന്നപ്പോൾ അള്ളാഹുവിനെ കൊണ്ട് മാത്രം വിശ്വസിക്കണം എന്ന് അള്ളാഹുവിന്റെ റസൂല് പറയുകയും അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കാന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് വിശദീകരിക്കുമ്പോൾ മുഹമ്മദുർ റസൂലുള്ളാഹിയും കൂടെ അതിലേക്ക് ചേർത്തതുമൊക്കെ നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിലക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം
ആ തത്വമാണ് ഇവിടെ പറഞ്ഞ നല്ല വാക്യം എന്നതിന്റെ ഉദ്ദേശ്യം. വേറെയും അതിൽ നിന്ന് ഉത്ഭൂതമാകുന്ന ആ ഒരു ആശയത്തിന്റെ സ്പിരിറ്റിൽ നിന്ന് ലഭ്യമാകുന്ന മറ്റു നല്ല ഫലപ്രദമായ വാക്യങ്ങളെല്ലാം ഇതിന്റെ ഭാഗമായി പിന്നീട് പരിഗണിക്കപ്പെടും. പക്ഷെ അതൊക്കെ ഇതിന്റെ ചില്ലകൾ എന്ന് പറഞ്ഞ ആ ഗണത്തിലേ പരിഗണിക്കേണ്ടതുള്ളൂ. ഏറ്റവും അടിസ്ഥാനപരമായി ഈ മനസ്സിൽ ഉറക്കേണ്ടത് ഇതാണ്. അതാണ് ആരുറപ്പുള്ള വേരുകൾ ഉള്ള മരമായിട്ട് മാറണം എന്ന് പറഞ്ഞതിന്റെ താല്പര്യം. ഇവിടെ ഭൂമി എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ഹൃദയമാണ്. ആ ഹൃദയത്തിൽ അവൻ നട്ടുപിടിപ്പിക്കുന്ന മരമാണ് വാസ്തവത്തിൽ കലിമത്തു തൗഹീദ് എന്ന് പറയുന്നത്. ആ തൗഹീദ് എന്ന കലിമയുടെ ആശയം അത് മനസ്സിൽ ശരിക്കും ഉറച്ചാൽ പിന്നീട് സൽക്കർമ്മങ്ങളാകുന്ന ചില്ലകളും കൊമ്പുകളും ഒക്കെ കടന്നു വന്ന് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈ വൃക്ഷത്തെ എന്തായി തീർക്കുവാൻ സംഭവമാക്കി തീർക്കും. അങ്ങനെ സംഭവമാക്കി തീർക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ അവന്റെ ജീവിതത്തിൽ നിന്ന് പ്രകടമാകുന്ന സംഗതികളെല്ലാം ഫലപ്രദവും ഉപകാരപ്രദവുമാകും. ഏതുപോലെ ഈ ഭൂമിയിൽ വേരുറച്ചു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന വൃക്ഷം അതിന്റെ ഫലങ്ങൾ എല്ലാ കാലത്തും പഴങ്ങൾ നൽകുന്നത് പോലെ വിശ്വാസിയുടെ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് പ്രവഹിക്കുന്നതെല്ലാം ഫലപ്രദമായതും എല്ലാവർക്കും ഉപകാരമുള്ളതുമാകുന്ന സംഗതിയായിരിക്കും എന്നാണ് ഇവിടെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഉദാഹരണത്തെ കൃത്യമായി വിശകലനം ചെയ്തുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം. ഖാലൽ ഇമാമുൽ ഖുർത്തുബി, ഇമാം ഖുർത്തുബി തങ്ങൾ പറയാണ്, വഖാല മുജാഹിദുൻ വ ഇക്രിമ, ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹു ഇക്രിമ റളിയല്ലാഹു അൻഹു എന്നിവരൊക്കെ പറഞ്ഞു, അശ്ശജറ ഇവിടെ പറഞ്ഞ മരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്നഖല, ഈത്തപ്പന മരമാണ്. ഈത്തപ്പന മരമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈത്തപ്പന മരത്തെയോടാണ് നല്ല വാക്യത്തെയും അത് ഉൾക്കൊള്ളുന്ന വിശ്വാസിയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമിച്ചിരിക്കുന്നത് എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ വിശ്വാസിയെ തന്നെ ഈത്തപ്പന മരത്തോട് ഉപമിച്ചിട്ടുള്ള ഹദീസുകൾ ധാരാളം ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സഹാബത്തിന്റെ കൂടെ ഇരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ അവരോട് ചോദിച്ചു, മരങ്ങളുടെ കൂട്ടത്തിൽ ഒരു മരമുണ്ട്, ആ മരത്തിന്റെ ഉദാഹരണമാണ്, വിശ്വാസിയുടെ ഉദാഹരണമാണ് ആ മരം, ഏതാണെന്ന് നിങ്ങൾക്ക് പറയാമോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ, ഇമാം ബുഖാരി മുസ്ലിമൊക്കെ ചേർന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഉമർ തങ്ങൾ പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ദാത യൗമിൻ, ഒരു ദിനം മുത്തനബി പറഞ്ഞു, ഇന്നല്ലാഹ തആല ദറബ മസലൽ മുഅ്മിനി, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസിയുടെ ഉപമയായി പറഞ്ഞത് ഒരു മരമാണ്. ഫഅഖ്ബിറൂനി മാഹിയ, ആ മരം ഏതാണെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞു തരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതായത് ശിഷ്യന്മാരുടെ മുന്നിൽ ഗുരുവര്യരായിട്ടുള്ള ആളുകൾ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് അവരുടെ ശ്രദ്ധ ക്ഷണിക്കുകയും അവർക്ക് അതേക്കുറിച്ച് വല്ല ധാരണയും ഉണ്ടോ എന്ന് മനസ്സിലാക്കാനും, ഇനി ഇല്ലെങ്കിൽ അവർക്കത് പിന്നീട് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ അവരുടെ മനസ്സകത്തത് കൂടുതൽ സ്വാധീനം ചെലുത്താനും ഒക്കെയുള്ള ശ്രമം, ഇത്തരത്തിലുള്ള ഒരു പരസ്പരം ചോദ്യോത്തരത്തിലൂടെയുള്ള പഠനം അത് ഫലപ്രദമാണെന്ന് മുത്തനബിയുടെ ടീച്ചിങ് മെത്തേഡിന്റെ ഭാഗമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് കൂടി നമുക്ക് ഇതിൽ കാണാം. ഏതായാലും ഏതാണെന്ന് നിങ്ങൾ പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു. പറഞ്ഞപ്പോ ഫഖഅന്നാസു ഫീ ഷജരിൽ ബവാദി, ജനങ്ങൾ നേരെ കാട് കയറി ചിന്തിക്കാറില്ലേ, അതായത് ഈ കാട്ടിലുള്ള ഏത് മരാണ് എന്ന് ആലോചിച്ചിട്ടാണ് അവരുടെ പോക്ക്. കാട്ടിലേക്ക് അവരുടെ ശ്രദ്ധ പോയി. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, വകുന്തു സബിയ്യൻ, ഞാനൊരു കുട്ടിയാണ്, ഫവഖഅ ഫീ ഖൽബി അന്നഹ നഖല, അത് ഈത്തപ്പന മരമാണ് എന്ന് എന്റെ മനസ്സിൽ മറുപടി ഉണ്ട്. പക്ഷെ മറുപടി എന്റെ മനസ്സിലുണ്ടെങ്കിലും ഫഹിബ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അഖൂലഹ വഅന അസ്ഗറുൽ ഖൗം, സംഘത്തിലെ ഏറ്റവും ചെറിയ മെമ്പർ എന്ന നിലക്ക് ഞാനെങ്ങനെ മറുപടി പറയുക എന്ന ഭയം എനിക്ക് വന്നു. മുത്തുനബിയോട് എങ്ങനെയാ ഞാൻ മറുപടി പറയാന്നുള്ള ചിന്ത വന്നു. അങ്ങനെ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കാട് കയറിയവർക്കൊന്നും മറുപടി കിട്ടാതെ വന്നപ്പോൾ മുത്തുനബി പറഞ്ഞു, അലാ ഇന്നഹ നഖല, അത് ഈത്തപ്പന മരമാണ് എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പിന്നീട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ ഉപ്പ, അത് ഈത്തപ്പന മരമാണ് എന്ന മറുപടി എനിക്കറിയാമായിരുന്നു. പക്ഷെ നിങ്ങളൊക്കെ ഉള്ള സദസ്സിൽ നിങ്ങളൊന്നും മറുപടി പറയാതെ ഞാനായിട്ട് പറഞ്ഞാൽ അതൊരു മര്യാദകേടാവുമോ എന്ന് പേടിച്ച് പറയാതിരുന്നതാണ് എന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ ബുനയ്യ, പൊന്നുമോനെ, ലൗ കുൻത ഖുൽതഹാ ലകാനത് അഹബ്ബ ഇലയ്യ മിൻ ഹുമറിൻ നഅം, ചുവന്ന ഒട്ടകത്തെക്കാൾ എനിക്ക് ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ അറബികളുടെ ഏറ്റവും ഇഷ്ടമുള്ള മുതലാണ് ചുവന്ന ഒട്ടകം എന്ന് പറഞ്ഞത്, അതിനേക്കാളും എനിക്ക് സന്തോഷമാകുമായിരുന്നു നീ ഞാനൊക്കെ പറഞ്ഞാല്.
അത് വിശദീകരിച്ചപ്പോൾ ചില മഹാന്മാർ പറഞ്ഞത് കാണാം. എന്ത് അങ്ങനെ ഉമർ എന്ന് പറയാൻ കാരണം എന്താ? അങ്ങനെ മുത്തുനബി ആരും മറുപടി പറയാത്തോടത്ത് ഈ കുട്ടി മറുപടി പറഞ്ഞാൽ ആ കുട്ടിയുടെ ബുദ്ധി വികസിക്കാനും ആ കുട്ടി ഇൽമിന്റെ രംഗത്ത് ഉയരാനും ഒക്കെ മുത്തുനബി ഒന്ന് ദ്വാർക്കൂലേ? അങ്ങനെ ദ്വാർന്നാൽ എന്റെ മോന്റെ പുരോഗതി ഒന്നുകൂടി കൂടുമായിരുന്നല്ലോ എന്ന് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു ആത്മീയമായി ആലോചിച്ചുകൊണ്ടാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ഒക്കെ കൊണ്ട് റസൂലുള്ള ദ്വാർന്നിട്ടില്ലേ? പഠിച്ചോലെ ഈ കുട്ടിക്ക് അല്യംഹുൽ തഅ്വീൽ ഖുർആന്റെ വ്യാഖ്യാനം നീ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് ദ്വാർന്നിട്ടില്ലേ? അങ്ങനെ ഒന്ന് ദ്വാ കിട്ടുമായിരുന്നല്ലോ നിനക്ക്, അത് ബാപ്പാക്കും വല്ലാത്ത സന്തോഷമാകുമായിരുന്നല്ലോ എന്ന അർത്ഥത്തിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇബ്നു ഉമർ റളിയല്ലാഹു എടുത്ത നിലപാടെന്താ? കുട്ടികൾ ഒരു സ്ഥലത്ത് നമ്മൾ ബന്ധപ്പെടുമ്പോ അവിടെ നമുക്ക് അറിയുന്നതൊക്കെയാണ് ചാടിക്കേറി പറയുക എന്നല്ല, മര്യാദയൊക്കെ എല്ലായിടത്തും പാലിക്കണം എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിച്ചു. ഏതായാലും ശരി, ഈത്തപ്പന മരത്തെ ഓടാണ് കലിമത്തു തൗഹീദിനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപമിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞതിന്റെ ചുരുക്കം. ബഹുമാനപ്പെട്ട ഇമാം ബഗവി റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞത് കാണാം, വൽ ഹിക്മത്തു ഫീ തംസീലിൽ ഈമാനി ബിശ്ശജറ, വിശ്വാസത്തെ കലിമത്തു തൗഹീദിനെ അല്ലാഹു തആല മരത്തോട് ഉപമിച്ചതിന്റെ തത്വം അതെന്താണ്? അന്ന ഷജറത്ത ലാ തകൂന ഷജറത്തൻ ഇല്ലാ ബി സലാസത്തി അഷ്യാ, ഒരു മരം മരമാകണമെങ്കിൽ 3 സംഗതികൾ വേണം. ഒന്നെന്താണ്? അറഖുൻ റാസിഖ്, ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങിയ വേരുണ്ടാവണം അതിന്. അതേപോലെ വാസിലും ഖായിം, നല്ല നിലനിൽക്കുന്ന ഒരു തടി ഉണ്ടാവണം. ഫർഉൻ ആലിൻ, ഉയർന്നു നിൽക്കുന്ന ചില്ലകളും അതേപോലെ കൊമ്പുകളും ഒക്കെ വേണം. അപ്പോഴാണ് ഒരു മരം മരാവുക. എന്നാൽ ഇതുപോലെയാണ് കദാലിക്കൽ ഈമാനു, വിശ്വാസം എന്ന് പറയുന്നത് ലായച്ചിമു, അത് പൂർണ്ണമാവില്ല ഇല്ലാ ബി സലാസത്തി അഷ്യാ, 3 കാര്യങ്ങൾ കൊണ്ടല്ലാതെ. ഒന്ന് തസ്ദീഖും ബിൽ ഖൽബി, മനസ്സിൽ ഉറച്ച വിശ്വാസമുണ്ടാവണം. രണ്ടാമത്തതോ ഖൗലും ബിൽ ലിസാനി, ആ വിശ്വാസത്തിന്റെ സ്പിരിറ്റ് അനുസരിച്ച് നാവ് കൊണ്ട് പറയേണ്ടതൊക്കെ പറയണം. അമലും ബിൽ അബ്ദാനി, അതുപോലെ ശരീരം കൊണ്ട് പ്രവർത്തിക്കേണ്ടതൊക്കെ പ്രവർത്തിക്കണം. അപ്പൊ ഇതിലേക്ക് സൂചന നൽകാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സത്യവാക്യത്തെ, നല്ല വാക്യത്തെ ഈ ഈത്തപ്പന മരത്തോട് ഉപമിച്ചത്. ഈത്തപ്പന മരം ഒന്ന് പരിശോധിച്ച് നോക്കൂ. ആ ഈത്തപ്പന മരത്തിന്റെ എല്ലാ ഭാഗങ്ങളും മനുഷ്യന് ഉപകാരം നൽകുന്നതാണ്. ഇമാം ബൈളാവി അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് കാണാം. വിശ്വാസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മരത്തോട് ഉപമിച്ചു. ആ മരം എന്ന് പറഞ്ഞത് ഈത്തപ്പന മരമാണെന്ന് നമ്മൾ പറയുകയും ചെയ്തല്ലോ. അപ്പൊ ആ ഈത്തപ്പന മരമാണെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് മനസ്സിലാക്കേണ്ട സംഗതി എന്താണ്? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈത്തപ്പന മരത്തിന്റെ എല്ലാ ഭാഗങ്ങളും മനുഷ്യന് ഉപകരിക്കുന്ന സാധനമാണ്. അതിന്റെ ഓരോ സാധനങ്ങളും, അതിന്റെ പട്ട കൊണ്ട് മനുഷ്യന് വീടുണ്ടാക്കാം, അതേപോലെ തന്നെ തടി കൊണ്ട് മനുഷ്യന് വീടിന്റെ മറ്റു മരങ്ങൾക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ചെയ്യാം. അതിന്റെ പഴങ്ങൾ എല്ലാ കാലത്തും തൂത്തി കുലഹ കുല്ലഹീനിന് എല്ലാ സമയത്തും അതിന് ഫലം നൽകും എന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ ഈത്തപ്പനത്തിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും, അത് പച്ച ഈത്തപ്പഴമാകുന്ന സമയത്തും, പഴുപ്പിങ്ങനെ കേറി വരുന്ന സമയത്തും, നന്നായിട്ട് പഴുത്ത സമയത്തും, അത് ഉണക്കിയതിനു ശേഷമുള്ള കാരക്കാക്കിയതിനു ശേഷവും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. പെട്ടെന്ന് ചീത്തയായി പോവില്ല. വളരെ കാലം നീണ്ടു നിൽക്കുന്ന ഒരു സാധനമാണ് ഈത്തപ്പഴം എന്ന് പറയുന്നത്. എങ്കിൽ ഇതുപോലെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസിയുടെ ജീവിതത്തിൽ ഈമാനിന്റെ ഫലം എല്ലാ രംഗത്തും പടർന്നു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകണം എന്നർത്ഥം. ഇമാം സാബിർ റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞത് കാണാം, വജുഹു ശബഹി ബൈനൽ ഈമാനി വശജറ, ഈ മരത്തെയും വിശ്വാസത്തെയും അല്ലാഹു തആല തുലനപ്പെടുത്തി പറഞ്ഞിടത്തുള്ള ന്യായം അന്ന ശജറത ലഹ അർഖുൻ റാസിഖ്, ഈ മരത്തിന് എന്തുണ്ട്? നല്ല ആഴത്തിൽ ഊന്നിയ വേരുണ്ട്. ഫർഉൻ ആലിൻ വസമറുൻ യുക്കൽ, അതേപോലെ തന്നെ നല്ല ഉയർന്നു നിൽക്കുന്ന തടിയും അതുപോലെ തന്നെ ഭക്ഷിക്കപ്പെടുന്ന പഴങ്ങളുമുണ്ട്. ഇതുപോലെ വലിയ ഈമാൻ എന്ന് പറയുന്നത് തസ്ദീഖും ബിൽ ഖൽബി, ഹൃദയത്തിൽ ഉറച്ച വിശ്വാസം ഉണ്ടാവുക. ഖൗലും ബിൽ ലിസാനി, നാവ് കൊണ്ടുള്ള വാക്കും, വഅമലും ബിൽ അബ്ദാനി, ശരീരം കൊണ്ടുള്ള പ്രവർത്തനങ്ങളുമാണ്. അപ്പൊ ഫൈദ അക്സറൽ ഇൻസാനു മിൻ ദിക്രി ഹാദിഹിൽ കലിമ, ഈ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് ഒരു മനുഷ്യൻ അധികരിപ്പിച്ചു പറയുമ്പോൾ ലഹറത്ത് അലൈഹ അൻവാറുഹ, ആ വാക്കിന്റെ പ്രഭ അവനിൽ ഇങ്ങനെ പ്രകടമാകും. വലമഅത ഫീ ഫുആദിഹി അസ്റാറുഹ, അവന്റെ മനസ്സിൽ അതിന്റെ രഹസ്യങ്ങൾ ഇങ്ങനെ ലംഘാൻ തുടങ്ങും. ഫദാമ നഫ്ഉഹു ബിഹാ ഫിൽ ആജിലി വൽ ആജിൽ, അപ്പൊ ആ വാക്കുകൊണ്ട് മുഖേനയുള്ള ഉപകാരങ്ങൾ അവന് ഇവിടെയും അതേപോലെ ഭാവിയിൽ പരലോകത്തും നിലനിൽക്കുകയും ചെയ്യും. ഇതുകൊണ്ടാണ് വമിൻ ഹുനാ യഖ്തസ്സ സൂഫിയത്തു ബിഹാ ബിമാന അന്നഹും തലഖൗഹാ അൻ അശിയാഖിഹിം ബിസ്സനദിൽ മുത്തസിലി വതഅല്ലഖു ബിഹാ. മഹാന്മാരായ ആധ്യാത്മിക രംഗത്ത് ഇരുത്തം വന്ന ആളുകൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ദിക്ർ
അവരിങ്ങനെ നിരന്തരം കൊണ്ടു നടക്കും. അവരുടെ ഗുരുവര്യന്മാരിൽ നിന്ന് അവർ ശരിയായ പരമ്പരയിലൂടെ തന്നെ അത് നേടിയെടുക്കുകയും അതവർ നടപ്പാക്കുകയും ചെയ്യും. ഫസാറത്ത് ഷിആറുഹും അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ഈ കലിമത്തുൻ തയ്യിബ എന്ന് പറഞ്ഞത് അവരുടെ പ്രത്യേക അടയാളമായി മാറും. അവരെപ്പോഴും ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും. ആ സമയത്ത് ദിക്ർ പരമാവധി ഒഴിവാക്കാൻ പരിശ്രമിക്കുന്നവർ വാസ്തവത്തിൽ ഇതിന്റെ വിരോധികളാണ് എന്നുകൂടി ചിന്തിക്കണം എന്നർത്ഥം. നമ്മുടെ മനസ്സിൽ ആ ദിക്ർ ആലോചിച്ചുകൊണ്ട് അതിന്റെ ആശയം ചിന്തിച്ചുകൊണ്ട് തന്നെ പാരായണം ചെയ്യുന്ന അവസ്ഥയുണ്ടാകുന്നത് വളരെ നല്ലതാണെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറയുന്നത്. അല്ലാഹു തആല വിശദീകരിക്കുന്നത് നല്ല വാക്യം, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നതൊരു മനുഷ്യന്റെ മനസ്സിൽ ഉറച്ചു നിൽക്കണം. അങ്ങനെ ഉറച്ചു നിന്നാൽ ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്ന ഈത്തപ്പന മരം കൊണ്ട് മനുഷ്യന് ഫലം ലഭിക്കുന്നത് പോലെ അവന്റെ ജീവിതത്തിൽ അതിന്റെ പ്രതിഫലനം കൃത്യമായി കാണാൻ സാധിക്കും. അതാണ് തുഅ്തിഉ കുലഹ കുല്ല ഹൈനിൻ ബിഇذن റബ്ബിഹാ. ഓരോ സന്ദർഭത്തിലും അതിന്റെ ഫലം അള്ളാഹുവിന്റെ അനുമതിയോടുകൂടെ ആ മരം നൽകുന്നത് പോലെ വിശ്വാസിയുടെ ജീവിതത്തിൽ അതിന്റെ ഗുണഫലങ്ങൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ യദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസ്, അള്ളാഹു തആല ജനങ്ങൾക്ക് ഇത് വിവരിച്ചു തരുന്നത് ലഅല്ലഹും യതദക്കറൂൻ, അവർ ചിന്തിച്ചു പഠിക്കാനാണ്. അപ്പൊ നമ്മൾ ഇതൊക്കെ ചിന്തിച്ചു മനസ്സിലാക്കി ഈമാനിന്റെ വിശുദ്ധി, അതിൽ നിന്ന് ലഭ്യമാകേണ്ട പ്രതിഫലനം അതെന്റെ ജീവിതത്തിലും നാവിലും മനസ്സിലും അതേപോലെ പ്രവർത്തനത്തിലുമൊക്കെ കാണുന്നുണ്ടോ എന്ന് നമ്മൾ വിശകലനം നടത്തണം. ആ വിശകലനത്തിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണം. ജീവിതത്തിലുള്ള കുറവുകൾ പോരായ്മകൾ പരിഹരിക്കാനുള്ള ശ്രമമുണ്ടാകണം. ഈ നന്മയിലേക്കുള്ള സജീവതയിലേക്ക് നമ്മൾ കൂടുതൽ കൂടുതൽ കടന്നു വരാനുള്ള നിർബന്ധ ബുദ്ധി ഉണ്ടാവണം. തിന്മകളോട് രാജിയാവുന്ന വിഷയത്തിൽ നമുക്ക് ഒരു കോംപ്രമൈസും ഇല്ലാത്ത വിധം അതിൽ വിജയിക്കാൻ സാധിക്കണം എന്നൊക്കെയാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതേസമയത്തോ മസലു കലിമത്തിൻ ഖബീസ, മോശമായ ഒരു വാക്യത്തിന്റെ ഉദാഹരണം, അത് കശജറത്തിൻ ഖബീസത്തിൻ, വളരെ മോശമായ മരത്തിന്റെ ഉദാഹരണമാണ്. ഉജുത്തുസ്സത്തുമിൻ ഫൗഖിൽ അർളി, ആ മരം ഭൂമിയിൽ നിന്ന് പിഴുതെറിയപ്പെട്ടു. മാലഹാ മിൻ ഖറാർ, അതിന് യാതൊരു സ്ഥിരതയുമില്ല. അഥവാ ആഴ്ന്നിറങ്ങിയ വേരില്ലാത്ത മരം അത് ഭൂമിയിൽ നിന്ന് പിഴുതെറിയപ്പെടുന്നത് പോലെ ശരിയല്ലാത്ത വിശ്വാസം അഥവാ ശിർക്കിന്റെ അതേപോലെ കുഫറിന്റെ അവിശ്വാസത്തിന്റെ വാക്യങ്ങളും അതുമായി ബന്ധപ്പെട്ട സംഗതികളും അതിനൊന്നും തന്നെ വാസ്തവത്തിൽ നിലനിൽപ്പില്ല. അതായത് ആളുകളുടെ മുന്നിൽ സ്ഥാപിക്കാനോ അല്ലെങ്കിൽ ആളുകളുടെ മുന്നിൽ അതിന്റെ ന്യായാന്യായങ്ങൾ പറയേണ്ടതുപോലെ പറയാനൊന്നും അതിന്റെ വക്താക്കൾക്ക് സാധിക്കില്ല എന്ന് മാത്രമല്ല, കുഫർ എന്നതാണ് ഒരാളുടെ മനസ്സിൽ രൂഢമൂലമാകുന്നതെങ്കിൽ അവനിൽ നിന്ന് പ്രകടമാകുന്ന പ്രകടനങ്ങളും പലപ്പോഴും അങ്ങേയറ്റത്തെ മോശവും അതേപോലെ വൃത്തികെട്ടതുമാകുന്ന സാഹചര്യങ്ങളുണ്ടാകും. അതുകൊണ്ട് വിശ്വാസത്തിന്റെ വിശുദ്ധി നിലനിർത്തുകയും അവിശ്വാസത്തിന്റെ വൃത്തികേടുകൾ ജീവിതത്തിൽ വരാതെ സൂക്ഷിക്കുകയും ചെയ്യുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് അള്ളാഹു ഉണർത്തുന്നു. റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.